നമസ്കാരം. ഞാൻ ഇന്നലെ ഇങ്ങനെ കസിൻ്റെ അടുത്തൊരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഇവിടെയും കൂടി അതിനെപ്പറ്റി പറയാമെന്ന്. മാനിഫെസ്റ്റേഷൻ ആയിരുന്നു ടോപ്പിക്. കാരണം ഞാനിപ്പോൾ ഒരു ഫോണിൻ്റെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് മാനിഫെസ്റ്റേഷന് വലിയൊരു ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. കാരണം പണ്ട് എന്നെ അറിയാവുന്ന അവർക്ക് അറിയാം, അതായത് ഞാനൊരു മൈക്കിൽ ഇതുവരെയായിട്ട് സംസാരിച്ചിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു പരിപാടിക്കോ എന്തെങ്കിലും ഒരു സെലിബ്രേഷന്റെ സമയത്തോ സ്കൂളിലോ വീട്ടിലോ എവിടെയെങ്കിലും വെച്ചൊരു മൈക്കിൽ ഞാൻ സംസാരിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരാള് ഒരു ഫോണിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് എപ്പോഴെങ്കിലും ഒരു കലോത്സവത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കുറച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ ആയിട്ട് എൻ്റെ മനസ്സിലൊരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ വന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുക, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ വഴി ചെയ്യുക, എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയും കൂടി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഉള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ഫോണിൻ്റെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു രംഗമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പെട്ടെന്നാണ് വീഡിയോ ചെയ്തത്. പക്ഷേ മുന്നേ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനം റിയലി വർക്ക് ചെയ്യുന്ന എൻ്റെ ലൈഫിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കുക, ഇങ്ങനെ ഒരു കാര്യം ഇരുന്ന് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം, അത് പിന്നീട് എപ്പോഴെങ്കിലായിട്ട് നടക്കുന്ന 100% ഉറപ്പാണ്. നിങ്ങളതിൽ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വേറെ ദിവസം കാണാം. ബൈ.